ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. നീ ഇങ്ങനെ 4-5 ദിവസം വീട്ടിൽ പോയി നിൽക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? 1-2 ദിവസം കഴിയുമ്പോ തിരിച്ചിങ്ങ് വന്നോണം കേട്ടാ. രാജുവേട്ടൻ പോകുന്നില്ലേ? അപ്പൊ എനിക്ക് പോകുന്നോണ്ട് എന്താ കുഴപ്പം? അല്ല എന്താ ഇത്? എന്താ രണ്ടുപേരുടെ ഒരു തർക്കം? എന്റെ മോളെ, ഓണത്തിന് വീട്ടിൽ പോണ കാര്യമാ. സത്യം പറഞ്ഞ ചോദിച്ചപ്പോ പത്മമേടം സമ്മതിക്കില്ലെന്നാ ഞാൻ വിചാരിച്ചേ. പോയിട്ട് 5-6 ദിവസം കഴിച്ചിട്ട് വന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ ആ സന്തോഷം ഇങ്ങോട്ട് വന്നപ്പോ എവളോട് പറഞ്ഞു, ദാണ്ട എവള് പോകുന്നു 5 ദിവസം. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ രണ്ടുപേരും പോവാണോ? ഇവിടെ വന്നതിൽ പിന്നെ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും ഞാൻ പോവാറില്ല മോളെ. എല്ലാരും നല്ല പരാതിയാ. ഇത്തവണ ഞാൻ പോവാൻ തീരുമാനിച്ചു മോളെ. കനകയും പോകുന്നുണ്ടോ? കനകയ്ക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ലല്ലോ, പിന്നെ ഇങ്ങോട്ടാ പോകുന്നത്? എന്റെ ഒരു ചെറിയമ്മയുടെ വീടുണ്ട്. ചെറിയമ്മ ഇടയ്ക്ക് എന്നെ വിളിച്ചിരുന്നു. എന്റെ അവസ്ഥ കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാന്ന് അറിഞ്ഞപ്പോ ഓണത്തിന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. സ്വന്തം എന്ന് പറഞ്ഞിട്ട് ഒരാളെങ്കിലും കിട്ടുന്നതല്ലേ, ഞാൻ പോകാന്ന് വെച്ചു. സത്യം പറഞ്ഞ ഞാൻ മനസ്സുണ്ടായിട്ട് പോകുന്നതല്ല. ഇനിയിപ്പോ ഓണത്തിന്റെ ദിവസം എല്ലാ പണിയും കൂടെ മോൾ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ? പണിയെടുക്കുന്നൊന്നും എനിക്ക് കുഴപ്പമില്ല രാജുവേട്ടാ. സത്യം പറഞ്ഞാ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛന്റെ അനിയത്തിമാരുടെ അടുത്തേക്ക് പോവാം. അവരിവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ഓണമല്ലേ എന്നൊക്കെ കരുതിയതാ. ഓ അയ്യോ, അത് കാര്യമാണല്ലോ. അതിപ്പം എന്ത് ചെയ്യും മോളെ? സാരില്ല, നിങ്ങൾ എന്തായാലും തീരുമാനിച്ചതല്ലേ, നിങ്ങൾ പോയിക്കോളൂ. പിന്നെ രാജുവേട്ടൻ വിളിച്ചു പറഞ്ഞല്ലോ മോളെ, അല്ലെങ്കിൽ അത് പോട്ടെ. ഇനിയിപ്പൊ അത് ആലോചിച്ച് വിഷമിക്കാൻ നിക്കണ്ട. ഞാൻ ഓണത്തിന്റെ അന്ന് പണിയൊക്കെ ഒതുക്കി എല്ലാരും ഉണ്ടൊക്കെ കഴിയുമ്പോ അവരുടെ അടുത്തേക്ക് പോയിക്കോളാം. അത് മതി. ഇവിടെ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചെല്ലാം. പാവം, അത് വലിയ ആഗ്രഹത്തിലായിരുന്നു. നമ്മളായിട്ട് അതിന്റെ ഓണം ഇല്ലാതാക്കി. ഓണൊക്കെ ആയതുകൊണ്ട് നന്ദിനി ഒറ്റയ്ക്ക് പണിയെടുക്കുമ്പോ എല്ലാരും സഹായിക്കുമായിരിക്കും. സഹായിക്കും, ഉറപ്പായിട്ട് സഹായിക്കും. അതിനെ കൊല്ലാതിരുന്നാ മതിയായിരുന്നു.